സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അധ്യായം 21. പിറ്റേന്ന് രാവിലെ ചേക്കുട്ടി വെറ്റിലക്കൊടികൾക്ക് വെള്ളം കോരാൻ വന്നു. അതും കാത്തിരിക്കുകയായിരുന്നു താൻ. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി. മൂപ്പർക്ക് ഹാലിളകിയിരിക്കണ്. 1-2 ദിവസമായി ലക്ഷണപ്പശക് കാട്ടാൻ തുടങ്ങിയിട്ട്. ഇന്നലെ ഇത്താത്താന്റെ നേർക്ക് ചെന്നു. കയ്യിൽ കിട്ടാതായപ്പോൾ പറമ്പ് മുഴുവൻ മണ്ടിപ്പാഞ്ഞ് നടന്നേക്കണ്. സൈനബുവിന്റെ നേർക്കോ? ആശങ്കയും ഉദ്യോഗവും ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിച്ചു. ഊവ്, പിന്നീടൊന്നും അന്വേഷിച്ചറിയണമെന്നേ ഉണ്ടായിരുന്നില്ല. ആ പകൽ മുഴുവനും ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അസ്വസ്ഥതയും പേറി സമയം തള്ളി നീക്കി. എന്താ ഈ കുട്ടിക്ക് പറ്റിയത്? ഭഗീരഥി ടീച്ചർ ചോദിക്കാതിരുന്നില്ല. ഉച്ചയ്ക്ക് മുഴുവനും ഉണ്ണാൻ കഴിയാതെ പകുതി ചോറ് കളയേണ്ടി വന്നു. എത്ര മറയ്ക്കാൻ ശ്രമിച്ചിട്ടും ടീച്ചറിന്റെ കണ്ണിൽപ്പെട്ടു അത്. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കണ്. എന്താ കുട്ടി, പാടില്ലെന്നുണ്ടോ? ചോദ്യം വീണ്ടും ഉണ്ടായി. ഉവ്, വയറ് വേദനിക്കുന്നു. അനായാസമായി പറയാൻ കഴിഞ്ഞ ഒരു പൊളി. കൊച്ചമ്മണി ടീച്ചറിനോടും കുറച്ചു മുൻപ് അതും പറഞ്ഞാണ് മുഖം രക്ഷിച്ചത്. പിന്നീട് ഭഗീരഥി ടീച്ചറിൽ നിന്നും ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. 1-ാം ക്ലാസ്സിനടുത്ത് ചെന്നിരിക്കുമ്പോൾ മുനീറിന്റെ മുഖമായിരുന്നു മനസ്സിൽ. അവന്റെ പേര് ആ ക്ലാസ്സിൽ ചേർത്തിരിക്കുകയാണ്. ദിവസവും ഭഗീരഥി ടീച്ചർ ഹാജർ വെച്ച് പോകുന്നു. പരീക്ഷകൾക്ക് മാത്രം താൻ കൊണ്ടുവരും. പഠിപ്പിക്കുന്നത് ലോഡ്ജിൽ വെച്ചാണെന്ന് മാത്രം. കഴിഞ്ഞ 2 പരീക്ഷകൾക്കും അറബിനൊഴിച്ച് മുനീറിനാണ് ക്ലാസ്സിൽ ഫസ്റ്റ്. മായയുടെ മിടുക്കാണെന്ന് മനസ്സിലായിട്ടോ, ഭഗീരഥി ടീച്ചർ പറഞ്ഞു. അറബ് പഠിക്കാൻ മുനീർ ഓത്തുപള്ളിയിൽ പോകുന്നുണ്ട്. സ്കൂളിലെ പാഠപുസ്തകം അയ്യൂബാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാലും അതത്ര പോരെന്ന് തോന്നി. അറബിന്റെ മാർക്ക് അത്ര കാര്യമാക്കേണ്ട മായ. അടുത്ത കൊല്ലം കൂടി ഇങ്ങനങ്ങ് പോകട്ടെ. ഓന്റെ കാലൊന്ന് മുറ്റിയിട്ട് മായയുടെ കൂടെ വിടാം, സൈനബു പറയുമായിരുന്നു. ദൂരം കുറച്ചുണ്ടായിരുന്നു സ്കൂളിലേക്ക്. അതാവും അവൾ മടിച്ചത്. താൻ നിർബന്ധിച്ചതുമില്ല. പാഠങ്ങൾ ഭംഗിയായി പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വച്ചിരുന്നു. അയ്യൂബിനെ പോലെ തന്നെ ബുദ്ധിയുള്ള കൂട്ടത്തിലായിരുന്നു മുനീറും. അതേക്കുറിച്ചൊക്കെ ഓർമ്മ വന്നപ്പോൾ തലേന്ന് ചെവിയിൽ വീണ മുനീറിന്റെ ഉപ്പ എന്ന വിളി ഇപ്പോഴും മനസ്സിനെ അലോസരപ്പെടുത്തുന്നുവെന്നറിഞ്ഞു. ഹസന് വീണ്ടും ഭ്രാന്തിളകിയെന്ന് കേട്ടല്ലോ കുട്ടി, ശരിയാണോ? ഓർക്കാപ്പുറത്തായിരുന്നു ഭഗീരഥി ടീച്ചറിന്റെ ചോദ്യം. ഇന്നലെ രാവിലെ എന്തോ ബഹളമൊക്കെ ഉണ്ടായിന്ന് പറയണ കേട്ടു. ഓ, സമ്മതഭാവത്തിൽ തലയാട്ടി. കഷ്ടം തന്നെ. അവർ അർത്ഥോക്തിയിൽ നിർത്തി. ടീച്ചർ എങ്ങനെ അറിഞ്ഞു? ആ ചോദ്യം ഉള്ളിൽ കിടന്ന് അതുവരെ മുട്ടിത്തിരിയുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് വീട്ടിലാരോ വന്നു പറഞ്ഞതാ. വെറ്റിലപ്പറമ്പുകാരെ കുറിച്ച് തന്നേക്കാൾ ഭംഗിയായി ടീച്ചറിനും വീട്ടുകാർക്കും അറിയാം. അവരുടെ മുത്തച്ഛനായിരുന്നു പണ്ട് വെറ്റിലപ്പറമ്പിലെ കാര്യസ്ഥൻ. 1 രൂപ പോലും ചെലവാക്കാതെയാണ് ടീച്ചറിന് ജോലി കിട്ടിയത്. ഞാൻ പഠിപ്പിച്ചു വിട്ടതാ ഹസനെ അബുവിനെയും. വല്ലാത്തൊരു യോഗം തന്നെ കുട്ടികളുടെ. ആ വാക്കുകൾക്ക് ഒരു നെടുനിശ്വാസത്തിന്റെ അകമ്പടി ഉണ്ടായിരുന്നു. ചികിത്സിച്ചാലും മാറാത്ത ഭ്രാന്ത് ഉണ്ടാവുമോ ടീച്ചർ? ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടന്നിരുന്ന സംശയം പുറത്തേക്ക് തെറിച്ചു. ഇത് ഭ്രാന്തല്ലല്ലോ കുട്ടി, ശാപമാണ്. അതിനെ ഒഴിച്ചുവിടാൻ ഒരു മരുന്നിനും കഴിയില്ല. ആ വാക്കുകൾക്ക് താളഭംഗം. ചിന്നമ്മയിൽ നിന്നും കേട്ട അതേ വാർത്ത. തലമുറകളായി പിന്തുടരുന്ന ശാപമാണ് വെറ്റിലപ്പറമ്പുകാരുടേത്. ഇപ്പോഴിതാ ഭഗീരഥി ടീച്ചറും അതുതന്നെ ആവർത്തിക്കുന്നു. ഞാൻ ഇവിടെ വന്ന കാലത്ത് ഇതുപോലൊക്കെ കേട്ടിരിക്കണ്. ശാപം എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ടീച്ചർ? ഉത്കടമായ ഒരു തരം ജിജ്ഞാസ മനസ്സിലുണർന്നു. മൗനത്തിന്റെ തടാകം ഇരുവർക്കുമിടയിൽ നിമിഷങ്ങളോളം കെട്ടിനിന്നു. ചെവി കൂർപ്പിച്ചിരിക്കുകയായിരുന്നു താൻ. എനിക്കും അറിയില്ല കുട്ടി, എത്രമാത്രം സത്യമുണ്ടെന്നൊക്കെ. തലമുറകളായി പറഞ്ഞു പറഞ്ഞു പഴകിയ ഒരു കഥയാണിത്. കഥയോ? ഒരുപക്ഷെ നടന്നതാവാം. അല്ലെങ്കിൽ മനോധർമ്മമനുസരിച്ച് ആരോ കൽപ്പിച്ചു കൂട്ടി പറഞ്ഞുണ്ടാക്കിയതാവാം. എന്റെ മുത്തച്ഛനിൽ നിന്നുമാ ഞാനും അത് കേട്ടത്. അവിശ്വനീയതയോടെ ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കി നിശ്ചലം ഇരുന്നു. ഈ ഹസന്റെ പ്രപിതാമഹന്മാരിൽ ആരോ ചെയ്ത ഒരു തെറ്റിന്റെ ശിക്ഷയാണിത്. പണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം. പ്രതാപികളാണ് അന്നും വെറ്റിലപ്പറമ്പുകാർ. കൊല്ലും കൊലയ്ക്കുമൊക്കെ അധികാരമുള്ളവർ. 10-33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാരണവർക്ക്.
എവിടെ പോയാലും ഒരു കൂട്ടം അനുചരന്മാരുമുണ്ടാവും ഒപ്പം. ഒന്ന് നിർത്തി ടീച്ചർ തുടർന്നു. എവിടെയോ യാത്ര പോയ ഒരു നാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആ മനുഷ്യൻ കാണാനിടയായി. ഏതോ ഇല്ലത്തെ ഒരു കന്യകയായിരുന്നു അത്. തീണ്ടലും തൊടിയിലുമൊക്കെ കൊടികുത്തി വാണിരുന്ന കാലം. ഇല്ലം വക ക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണ് പെൺകുട്ടി. വഴിപോകരെ അകറ്റി നിർത്തിയാണ് പോക്കും വരവും ഒക്കെ. വഴിയൊഴിഞ്ഞു നിൽക്കേണ്ടി വന്ന കാരണവരുടെ കണ്ണിൽ ആ കുട്ടിയുടെ മുഖം എങ്ങനെയോ പെട്ടു. അതോടെ അയാളുടെ ഉറക്കവും പോയി. കല്യാണം കഴിച്ച് കുട്ടികളൊക്കെയുണ്ട് ആ മനുഷ്യൻ അന്ന്. എന്നിട്ടും ഇല്ലത്തെ പെൺകുടിയുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അതിനെ സ്വന്തമാക്കണമെന്ന അഭിവാഞ്ച നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. ബീവിയാക്കാൻ മതം മാറ്റിയാൽ മതിയല്ലോ. ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വാഴിക്കുന്നത് അന്ന് നാട്ടുനടപ്പുമാണ്. ഒടുവിൽ കാരണവരുടെ മൗനസമ്മതത്തോടുകൂടി അനുചരന്മാർ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വെറ്റിലപ്പറമ്പിലെ അറയിലാക്കി കൊടുത്തു. തെല്ലിട ടീച്ചർ ശ്വാസം കഴിക്കാനെന്നവണ്ണം ഒന്ന് നിർത്തി. എന്നിട്ട് ഉദ്യോഗം ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കുന്നു. അയാൾക്ക് അതിനെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അടുത്ത് ചെന്നാൽ സ്വയം മരിച്ചു കളയുമെന്ന് പറഞ്ഞ് ആ കുട്ടി നിന്നു. ആ ഭാവവും പടുതിയുമൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് ചാഞ്ചല്യമായി. മനസ്സില് നന്മയുണ്ടായിരുന്നു ആ മനുഷ്യന്. പെൺകുട്ടിയുടെ സൗന്ദര്യമാണ് അയാളെ അടിതെറ്റിച്ചത്. കുട്ടി മരിച്ചു കളഞ്ഞേക്കുമെന്ന് ഭയന്ന് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ച് ഇല്ലത്തേക്ക് തന്നെ കൊണ്ടാക്കാൻ അയാൾ അനുചരന്മാരെ ചട്ടം കെട്ടി. പക്ഷേ ആ മടങ്ങിപ്പോക്ക് വിധാവിലാവുകയായിരുന്നു. ഇല്ലത്തുള്ളവർ പെൺകുട്ടിയെ പടിയടച്ച് പിണ്ടം വെച്ചിരുന്നു. അപ്പോഴേക്കും കൊണ്ടാക്കാൻ ചെന്നവർ ഇല്ലത്തിന്റെ പടിപ്പുരയിൽ മഞ്ചലിറക്കി തിരിച്ചു വന്നു. സത്യമൊട്ട് കാരണവരോട് പറഞ്ഞതുമില്ല. ടീച്ചറിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. ഉള്ളിൽ എന്തൊക്കെയോ തിളച്ചു മറിയുന്നത് പോലെ. പിറ്റേന്ന് നേരം വിളക്കുമ്പോൾ വെറ്റിലപ്പറമ്പിന്റെ പടിപ്പുരയില് ആ കന്യകയുടെ ശവമുണ്ടായിരുന്നു. രക്തത്തിൽ കുളിച്ച് നടക്കില് സ്വയം തലയറുത്ത് മരിക്കുകയായിരുന്നു. തലയിട്ടടിക്കുമ്പോൾ ആ കുട്ടി ശപിച്ചിട്ടുണ്ടാവും. കൃത്യം 3-ാം നാൾ കാരണവർക്ക് ഭ്രാന്തിളകുകയും ചെയ്തു. പിന്നീടത് അയാളുടെ പരമ്പരകളെയും പിടികൂടി. പെൺമക്കളെ മാത്രം ഒഴിച്ചുവിട്ടു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ടീച്ചർ. വെറും ഒരു മുത്തശ്ശി കഥയാണിത്. പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിശ്വസിക്കാൻ എനിക്ക് മടിയുണ്ട് കുട്ടി. പക്ഷേ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും വയ്യ. ഏത് കാര്യങ്ങള്? തെറ്റ് ചെയ്യാൻ തുനിഞ്ഞ ആ കാരണവരുടെ പ്രായത്തിലെത്തുമ്പോഴാണ് വെറ്റിലപ്പറമ്പിലെ ആൺസന്തതികൾക്കൊക്കെ സമനില തെറ്റുന്നതെന്ന് മുത്തച്ഛൻ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് അങ്ങനെയൊരു ലാഞ്ചന പോലും ഉണ്ടാവുന്നില്ല. ഇന്നുവരെ പെൺമക്കൾക്കോ അവരുടെ സന്തതി പരമ്പരകൾക്കോ ഭ്രാന്തുണ്ടായിട്ടില്ല. ഈ ഹസന്റെ ഉപ്പുപ്പായ്ക്കും ഉപ്പയ്ക്കുമൊക്കെ ഭ്രാന്തുണ്ടായിരുന്നു എന്നുള്ളതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഹസനും 32 വയസ്സുള്ളപ്പോഴാണ് തുടക്കം. മറുത്തൊന്നും പറയാൻ കഴിയുന്നില്ല. ഇനിയുള്ളത് അബുവും അയ്യൂബും. അബുവിനിപ്പോൾ 24 25 ആയിട്ടുണ്ടാകും. ഏറിയാൽ 7-8 വർഷം നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ടെങ്കിൽ. ആ വാക്കുകൾ പൂർത്തിയാക്കാൻ ടീച്ചറിനും മടി തോന്നിയിട്ടുണ്ടാവും. ഹൃദയം വലിഞ്ഞു മുറുകി പൊട്ടിപ്പോയേക്കുമെന്ന് ഭയന്നു. ചെവിക്കുള്ളിൽ തിളയ്ക്കുന്ന ഈയം ആരോ കോരി ഒഴിക്കുന്നു. ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. ഉറക്കെ വിളിച്ചു കൂവാൻ തോന്നി. വല്ലാത്തൊരു ബലക്ഷയം തന്നെ പിടികൂടിയിരിക്കുന്നുവെന്നറിഞ്ഞു. സർവാംഗം വേറിട്ടതുപോലെ ഒരു തളർച്ച. എന്താ മായേ, മുഖമാകെ വിളറിയല്ലോ. കാതിനരികിൽ ടീച്ചറിന്റെ സ്വരം. ഒന്നുമില്ല. ചുണ്ടുകൾ വിതുമ്പി. ഇപ്പോഴുമുണ്ടോ വയറുവേദന? വെറുതെ മോളി. ഒട്ടുനേരം വേണ്ടിവന്നു സമനില കൈവരിക്കാൻ. പതറിപ്പോയ ചിന്താശക്തി വീണ്ടെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഒരേ ഒരു ചോദ്യമേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ആ ശാപത്തിൽ നിന്ന് മോചനം നേടുക? വായിച്ചും പറഞ്ഞും കേട്ട പുരാണ കഥകളിലൊക്കെ ശാപങ്ങളെ തുടർന്ന് ശാപമോക്ഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കഥയിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതോ അവിടെ വരെ ടീച്ചർ പറയാഞ്ഞതോ? തലതിരിച്ച് ആ മുഖത്തേക്ക് നോക്കി. എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണവർ. ടീച്ചർ ശബ്ദം വിറയ്ക്കാതിരിക്കാൻ കഴിയുന്നതും ശ്രമിച്ചു. എന്താ മായേ? ഞാൻ ആ ശാപത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഇതുപോലെ ഒരുപാട് ശാപങ്ങളും പിന്നീട് അതിൽ നിന്നും മോക്ഷം നേടാനുള്ള വഴികളുമൊക്കെ ഉള്ള കഥകളുണ്ടല്ലോ. ഇതിനും അങ്ങനെ ഒരു ശാപമോക്ഷം ഉണ്ടാവില്ലേ ടീച്ചർ?
ആ മുഖത്ത് ഒരു മന്ദഹാസം വിടരുന്നത് കണ്ടു. മായ ഇപ്പോഴും അത് മനസ്സിലിട്ടിരിക്കുകയാണോ? ആദ്യമായി കേട്ടതുകൊണ്ടാകും എന്തോ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നില്ല. അതൊരു കഥ മാത്രമാണ് എന്ന് വിശ്വസിക്കൂ കുട്ടി. പണ്ടുള്ള ആരോ മെനഞ്ഞെടുത്ത വെറും ഒരു കെട്ടുകഥ. അങ്ങനെയേ വിശ്വസിക്കുന്നുള്ളൂ ഞാനും. എന്നാലും ചോദിച്ചു പോവുകയാണ്, കഥയാണെങ്കിലും ശാപമോക്ഷത്തിന് ഒരു വഴി കഥയിലുണ്ടാവണമല്ലോ. ടീച്ചർ വീണ്ടും ചിരിച്ചു. എന്താ മായ, ആ വീട്ടുകാർക്ക് ശാപമോക്ഷം നേടിക്കൊടുക്കാൻ പോവാണോ? ആ ചോദ്യം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ, ഒരു കൂട്ടം നാവുകൾ അതേ ചോദ്യം ആവർത്തിക്കുന്നത് പോലെ തലയാകെ പെരുത്തു വരുന്നു. ഈശ്വര, തനിക്കതിന് കഴിയുമോ? ഉള്ളിൽ നിന്നും ആരോ ചോദിക്കുന്നുണ്ട്. ഞാൻ വെറുതെ ചോദിച്ചതാണ് മായ. നമുക്കാർക്കും അതിന് കഴിയില്ലെന്നറിയാം. ആ പെൺകുട്ടി വീണ്ടും ജന്മമെടുത്തു വരണം ശാപമോക്ഷം നൽകാൻ. ടീച്ചറിന്റെ സ്വരം ഏതോ ഗുഹാമുഖത്ത് നിന്നും ഇഴഞ്ഞു വരുന്നു. കാഴ്ചയും കേൾവിയുമൊക്കെ അകന്നു പോവുകയാണെന്ന് പലപ്പോഴും തോന്നി. കൊച്ചമ്മണി ടീച്ചർ വാതിൽ കടന്നു വരുന്നത് ഒരു സ്വപ്നത്തിൽ എന്നോണം കണ്ടു. ഈ മായി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ടീച്ചർ ചോദിക്കുന്നു. വയറുവേദന വല്ലാതുണ്ടെന്ന് നേരത്തെ പറയണ കേട്ടു. പാടില്ലെങ്കിൽ കിടന്നോളൂ കുട്ടി, കുറച്ചു നേരം. ഭഗീരഥി ടീച്ചറിന്റെ സ്വരം. അവരിലാരോ ബെഞ്ചുകൾ ചേർത്തിട്ട് തന്നു. പിടിച്ച് കിടത്തിയതും ഓർമ്മയുണ്ട്. മുഖത്ത് ഒരു തുള്ളി ചോരമയമില്ല. ആരോ പറയുന്നു. എനിക്കും തോന്നി ശാന്ത ടീച്ചറിന്റെ ശബ്ദം. അവർ എപ്പോഴാണ് വന്നത്? സ്തോഭത്തിന്റെ ഇടർച്ച അപ്പോഴും ഉള്ളിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല. അജ്ഞാതമായ ഏതോ ആലസ്യത്തിൽ ആണ്ടുപോവുകയാണ് വീണ്ടും. ആ കിടപ്പിൽ ഉറങ്ങിപ്പോയതറിഞ്ഞില്ല. തലേന്നത്തെ ഉറക്കച്ചടവും ശരീരത്തെ തളർത്തിയിരുന്നു. കുട്ടികളുടെ ആരവവും സ്കൂൾ ബെല്ലിന്റെ മുഴക്കവുമൊക്കെ മറ്റേതോ ലോകത്ത് നിന്ന് ഒഴുകി വരുന്നത് പോലെ. സ്കൂൾ വിടുന്നതിന് നിമിഷങ്ങൾ ബാക്കി നിൽക്കെയാണ് മറ്റുള്ളവർ ഉണർത്തിയത്. നന്നായി ഉറങ്ങിയില്ലേ? കൊച്ചമ്മണി ടീച്ചർ ചോദിച്ചു. ജാള്യത മറച്ചു വെച്ചുകൊണ്ടാണ് എഴുന്നേറ്റിരുന്നത്. വേദനയ്ക്ക് കുറവുണ്ടോ മായേ? ഭഗീരഥി ടീച്ചർ തിരക്കി. ഉവ്, ഇപ്പോഴാ പഴയ മായയായത്. ഉച്ചയ്ക്ക് എന്തായിരുന്നു? പച്ചക്കൂമ്പാള പോലെ വിളറി വെളുത്തിരുന്നില്ലേ മുഖം? കൊച്ചമ്മണി ടീച്ചർ പറഞ്ഞു. വരണ്ട ഒരു ചിരിയിൽ മറുപടി ഒതുക്കി ശാന്ത ടീച്ചർ വെച്ചു നീട്ടിയ കുപ്പിയും വെള്ളവും വാങ്ങി ജനലിനടുത്ത് ചെന്ന് മുഖം കഴുകി. ബാഗും കുടയുമൊക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ വരാന്തയിൽ കാത്തു നിന്നിരുന്ന മാഷന്മാരിൽ നിന്നും ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. എന്താണ് അവരോടൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ഒരു ഊഹവും ഉണ്ടായിരുന്നതുമില്ല. ടീച്ചർ ഒന്ന് കൊണ്ടാക്കി കൊടുത്തോളിൻ. ഹെഡ് മാസ്റ്ററിന്റെ ദയാദാക്ഷിണ്യം ഭഗീരഥി ടീച്ചറിന്റെ ചുമലിലായി. മാഷ് പറഞ്ഞില്ലെങ്കിലും ഞാൻ കൊണ്ടാക്കാനിരുന്നതാ. ടീച്ചറിന്റെ മറുപടി കേട്ടു. തെങ്ങിൻ തോപ്പിലേക്ക് തിരിയുന്നിടം വരെ എന്നും ടീച്ചർ ഉണ്ടാവും ഒപ്പം. ഞാനും വരാമായ. അന്ന് തനിക്ക് കൂട്ടുവരാനുള്ള സൗമനസ്യം അവർ കാട്ടി. വേണ്ട ടീച്ചർ, എനിക്കൊന്നുമില്ല ഇപ്പോ. നിർബന്ധിച്ച് അവരെ അയക്കേണ്ടി വന്നു. തനിച്ചായപ്പോൾ ഓർമ്മകളിൽ പുനർജനിക്കുകയായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് ചെവിയിൽ വീണതൊക്കെ. തെങ്ങിൻ തോപ്പിനുള്ളിലെ കുളിരും നിശബ്ദതയും നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് തന്നെ വലിച്ചിഴക്കുന്നത് പോലെയുള്ള പ്രതീതി. ചുറ്റുപാടുകളെ പുതിയൊരു കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട്. ഈശ്വര, ഈ വഴിത്താരയിലൂടെയാവുമോ ഒടുവിൽ ആ പെൺകുട്ടി വെറ്റിലപ്പറമ്പ് തേടി വന്നത്? അതോ വിശാലമായ ആ പാടശേഖരം താണ്ടിയോ? തികച്ചും ബാലിശമാണ് തന്റെ ചിന്തയെന്ന് തൊട്ടടുത്ത നിമിഷം തോന്നുകയും ചെയ്തു. ഈ പ്രായത്തിലും ഒരു മിത്തിന്റെ പിന്നാലെ തന്റെ മനസ്സ് പായുന്നു. സ്വയം അറിയാതെ തന്നെ തല കുടഞ്ഞുപോയി. അധ്യായം 22. അന്ന് വൈകുന്നേരം ഉമ്മറത്ത് കുട്ടികളെയും കാത്തിരുന്നു. ഏറെ നേരം. തികഞ്ഞ അക്ഷമയോടെയാണ് ഓരോ നിമിഷവും തള്ളി നീക്കിയത്. നോട്ടം മുഴുവൻ മാളികപ്പുരയിലേക്കായി. ഒരു മനുഷ്യജീവി പോലും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. കണ്ണുകൾ ആ പുരയിൽ തന്നെ തങ്ങി നിൽക്കുമ്പോൾ ഭഗീരഥി ടീച്ചറിൽ നിന്നും കേട്ട കഥ മനസ്സിൽ എഴുന്നു നിന്നിരുന്നു. ഓരോ രംഗവും വ്യക്തമായി കൺമുന്നിൽ കാണാൻ കഴിയുന്നു. ആ കാരണവർക്ക് ആരുടെ മുഖമാണ്? ഹസനിക്കയുടെയോ അതോ അബുവിന്റെയോ? വഴിവിട്ടു പോകുന്ന ചിന്തകൾ തന്നെ എവിടെ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സമനില കൈവിട്ടു പോകുന്നതിപ്പോൾ മായയ്ക്കാണ്. പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട്. പതറിപ്പോകുന്ന ബോധത്തെ കടിഞ്ഞാണിട്ടു. ഒരു കെട്ടുകഥയുടെ പിന്നാലെ മനസ്സിനെ അഴിച്ചുവിടാൻ താൻ ഒരു ബാലികയൊന്നുമല്ലല്ലോ എന്ന് ഓർക്കുകയും ചെയ്തു. എന്നാലും കുട്ടികൾ എന്നും വരുന്ന മട്ടില്ലല്ലോ മായേ. പുറത്തേക്ക് വന്ന നന്ദിനി ചേച്ചി ചോദിച്ചു. എന്താ ഇന്നും വരാത്തതെന്നറിയില്ല.
പുറത്തെ അയയിൽ കിടന്ന തോർത്തുമെടുത്ത് ചേച്ചി അകത്തേക്ക് പോയി. എത്ര നേരം ആ ഇരിപ്പ് ഇരുന്നുവെന്ന് ഓർമ്മയില്ല. ഒടുവിലാണ് വെറ്റിലപ്പറമ്പിലേക്ക് കയറി ചെല്ലാൻ മനസ്സൊരുങ്ങിയത്. ഒന്നന്വേഷിച്ച് ചെല്ലാനുള്ള അടുപ്പവും സൗഹൃദവും ഒക്കെ ആ വീട്ടുകാരുമായി തനിക്കുണ്ട് എന്ന് ഓർക്കുകയും ചെയ്തു. ചെല്ലാതിരിക്കുന്നതാണ് ഭംഗി, പ്രത്യേകിച്ച് കുട്ടികൾ ഇന്നും വരാത്ത സ്ഥിതിക്ക്. ചിന്നമ്മയെ കൂട്ടിന് വിളിച്ചു നോക്കി. ഞാൻ വരുന്നില്ല, മായയും പോണ്ടെന്ന എന്റെ മനസ്സ് പറയുന്നേ. അവൾ എടുത്ത വായിൽ തന്നെ പറഞ്ഞു. അതെന്താ? കാരണം അറിയാമെങ്കിലും ചോദിച്ചു പോയി. ആ മനുഷ്യന് ഭ്രാന്തിളകിയിരിക്കുക. എന്താ ചെയ്യുന്നതെന്ന് അയാൾക്ക് തന്നെ നിശ്ചയമുണ്ടാവില്ല. ആ സ്ഥിതിക്ക് മുമ്പിൽ ചെന്ന് പെടാതിരിക്കുക നല്ലത്. ഞാൻ അതിന് മുമ്പിക്കൂടൊന്നും പോണില്ല. ഒട്ടും ആലോചിക്കാൻ നിൽക്കാതെ പറഞ്ഞുപോയി. ഒരു നിമിഷാർത്ഥം കൊണ്ട് ബുദ്ധി കണ്ടുപിടിച്ച പോംവഴിയാണ്. പിന്നെ? ചിന്നമ്മ സംശയത്തോടെ മുഖത്തേക്ക് നോക്കി. കുളക്കരയിലൂടെ പോയി വരാം. അത്രയും ചുറ്റിയോ? സാരമില്ല, കുറച്ച് നടക്കണോന്നല്ലേ ഉള്ളൂ. താൻ നിർബന്ധിക്കാനൊന്നും നിന്നില്ല. നന്ദിനി ചേച്ചിയോട് വിവരം പറഞ്ഞപ്പോൾ തടസ്സവാദങ്ങളൊക്കെ അവരും ഉന്നയിച്ചു. പെട്ടെന്ന് തന്നെ മടങ്ങാമെന്ന ഉറപ്പിന്മേലാണ് അനുവാദം കിട്ടിയത്. കാലുകൾക്ക് ധൈര്യമുണ്ടായിരുന്നു. കുളക്കര വരെ പരിചിതമായ വഴിയാണ്. എന്നിട്ടും ഹൃദയമിടിപ്പിന്റെ വേഗതയേറി. കുളക്കടവിൽ നിമിഷങ്ങളോളം ചലനമറ്റ് നിന്നു. ചുറ്റുപാടും വിജനമാണ്. നോട്ടം വെറ്റിലപ്പറമ്പിന്റെ പിന്നമ്പുറത്തേക്ക് വീണു. മാളികപ്പുരയുടെ പിൻവശം മരക്കൂട്ടങ്ങൾ അവ്യക്തമാക്കിയിരിക്കുന്നു. അടുക്കളയുടെ എടുപ്പ് മാത്രം വാഴത്തോപ്പിനിടയിലൂടെ കണ്ണിൽപ്പെട്ടു. താൻ കുളിക്കാനെത്തുന്ന ചില ദിവസങ്ങളിൽ സൈനബു കുട്ടികളെയും കൂട്ടി വരുന്ന ഒരു വഴിച്ചാലുണ്ട് ആ തോപ്പിനു മധ്യേ. അതാണ് അടുക്കള ഭാഗത്തേക്ക് ചെല്ലാനുള്ള ഒരേയൊരു വഴി. ബാക്കിയൊക്കെ തൊടിയാണ്. വീർപ്പടക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാറ്റ് വാഴത്തോപ്പിലൂടെ ചുറ്റിത്തിരിയുന്ന ശബ്ദം കേട്ടു. അതിനുള്ളിൽ പെട്ടുകഴിഞ്ഞപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഭീതി തന്നെ പിടികൂടിയിരിക്കുന്നുവെന്ന് മായ അറിഞ്ഞു. പകലിന്റെ ഇരുണ്ട മുഖമാണ് ചുറ്റിനും. ഒരു ഫർലോങ്ങിൽ കൂടുതൽ നടക്കേണ്ടിയും വന്നു. അടുക്കള വശത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുക്കളയിൽ നിന്ന് ആരുടെയൊക്കെയോ ഒച്ച ഉയർന്നു കേൾക്കുന്നു. തിണ്ണക്കരികിൽ എന്തു വേണമെന്നറിയാതെ സംശയിച്ചു നിന്നു. താനൊരു അധികപ്പറ്റാണ് ഇവിടെ എന്ന തോന്നലാണോ ഉള്ളിലേക്ക് ഇരച്ചെത്തുന്നത്? കുടുംബകാര്യങ്ങളാണോ ഉള്ളിലെ ചർച്ച? ഇനി എന്തായാലും പള്ളിയിലേക്കില്ല. ഇവിടെ കൊണ്ടുപോയാണ് ഇക്കാക്ക ഈ ചേലായത്. ആ സ്വരം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. അബു. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. എന്താ വേണ്ടിയതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കില്ലല്ലോ. പുതിയൊരു സ്വരം ആരുടേതാണെന്ന് വ്യക്തമല്ല. അബു പറയുന്നതിലും കാര്യമുണ്ട് അഹമ്മദ് കുട്ടി. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ചെയ്തി ഹസനിന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് മരുന്ന് തന്നെയാ നല്ലത്. ഒന്നുമില്ലെങ്കിലും കുറച്ചു നാളത്തേക്കെങ്കിലും ദീനം മാറിക്കിട്ടും, കോയാക്ക പറയുന്നു. പ്രതികരണം ഞൊടിയിടയിലുണ്ടായി. അവിടെ കൊണ്ടുചെന്ന് കരണ്ടടിപ്പിച്ചിട്ടല്ലേ മാറ്റുന്നത്? മനുഷ്യരായവര് സഹിക്കണ കാര്യാണോ അത്? സൈനബുവിന്റെ വാപ്പയാണ് അതെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അസുഖകരമായ ഒരു മൗനം അങ്ങനെ തങ്ങി നിൽക്കുകയാണ് അകത്തെന്നറിഞ്ഞു. ഒരു കേൾവിക്കാരിയായി അങ്ങനെ നിൽക്കുന്നതിൽ വിമുഖത തോന്നി. ആരെങ്കിലും കണ്ടാൽ മോശമാവും. അടുക്കളയിലേക്ക് കയറി ചെല്ലാമെന്ന് കരുതി. ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. വാതിൽ കടക്കുന്നതിന് മുൻപ് തന്നെ കൽമേയിയെ കണ്ടു. ഒരു വലിയ മൺകലം അടുപ്പത്ത് കയറ്റി വെക്കുകയാണ്. ടീച്ചറോ? ചോദ്യം ഉടനുണ്ടായി. ഇന്ന് കുട്ടികളെ അങ്ങോട്ടേക്ക് കണ്ടില്ല, വിടാഞ്ഞതാണ്. സൈനബുവിന്റെ കുടീന്ന് ഉപ്പയും ഉമ്മയും ഒക്കെ വന്നിരിക്കണ്. സൈനബു എവിടെ? അകത്ത് ഇത്താത്താന്റെ അറയിലാണ്. ടീച്ചർ ചെന്നോളിൻ. അബുവിന്റെ ഉമ്മയെയാണ് കൽമേയി ഇത്താത്ത എന്ന് വിളിക്കുന്നത്. അകത്തളത്തിലേക്ക് കടന്നിട്ട് വേണം ആ മുറിയിലേക്ക് ചെല്ലാൻ. മനസ്സാകെ ഒന്നറച്ചു. വിശേഷിച്ച് ആരും ഇല്ല ടീച്ചറെ. അഹമ്മദ് കുട്ടി കാക്കാനെ ടീച്ചറിനറിയില്ലേ? സൈനബുവിന്റെ ഉപ്പ അറിയാമെന്ന മട്ടിൽ തലയാട്ടി. ഒരിക്കലോ മറ്റോ കണ്ടിട്ടുണ്ട്. വന്നോളൂ, നമ്മളെ കൊണ്ടാക്കിത്തരാം. കൽമേയുടെ കാലടികളെ പിന്തുടരാതിരിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. തളത്തിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ ആദ്യം നോട്ടം വീണത് തീൻമേശയ്ക്കരികിലിരുന്ന അബുവിന്റെ മുഖത്തേക്കാണ്. ആ മിഴികളിൽ പൊടുന്നനെ പ്രത്യക്ഷമായ തിളക്കം കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു. മറ്റുള്ളവരുടെ നോട്ടം തന്റെ നേരെയാണ്. കുട്ടികളുടെ ടീച്ചറാണ്, കോയാക്ക പരിചയപ്പെടുത്തുന്നു. മുറിക്കകത്ത് വല്യമ്മയെയും സൈനബുവിനെയും കൂടാതെ ഉണ്ടായിരുന്നത് പ്രായാധിക്യം അധികമൊന്നും തീണ്ടിയിട്ടില്ലാത്ത ഒരു ഉമ്മയാണ്. തന്നെ കണ്ട പാടെ കിടക്കയിൽ സൈനബുവിന്റെ പുറത്തേക്ക് തല ചായ്ച്ചിരുന്ന
മുനീർ എഴുന്നേറ്റ് ഓടി വന്നു. ടീച്ചർ അവനെ ചേർത്ത് പിടിക്കുന്നതിനിടയിൽ സൈനബു എഴുന്നേറ്റിരുന്നു. വിളറിയ ഒരു ചിരി ആ ചുണ്ടുകളിൽ ഉദിച്ചു. ഇവരുടെ ടീച്ചറാ ഉമ്മ ഇത്. ഞാൻ പറഞ്ഞിട്ടില്ലേ? സൈനബു ഉമ്മയ്ക്ക് പരിചയപ്പെടുത്തി. മകളുടെ ചായ തന്നെ ഉമ്മയ്ക്കും. കാച്ചുമുണ്ടും കുപ്പായവും തട്ടവുമാണ് വേഷം. കാതു നിറയെ കൽമയെ പോലെ വെള്ളിച്ചിറ്റ് കമ്മലും ജിമിക്കിയും കഴുത്തിലുണ്ടായിരുന്നതിനും മാത്രം പവന്റെ നിറം. സൈനബുവിന്റെയും വല്യമ്മയുടെയും ചിറ്റുകൾ സ്വർണത്തിൽ തന്നെയാണെന്ന് ഒരു നിമിഷം ഓർത്തു. അന്ന് ആ സ്ത്രീ തന്നോട് പ്രത്യേകിച്ചൊന്നും ഉരിയാടിയതുമില്ല. അങ്ങനെയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവർ. മകൾക്ക് സംഭവിച്ച ദുര്യോഗം ആ മുഖത്ത് ഘനീഭവിച്ചു കിടന്നിരുന്നു. താൻ അന്വേഷിച്ചു ചെന്നിട്ടും യഥാർത്ഥത്തിൽ എന്താണുണ്ടായതെന്ന് സൈനബുവോ വല്യമ്മയോ പറഞ്ഞില്ല. ചോദിച്ചറിയാൻ തനിക്കും മനസാന്നിധ്യമുണ്ടായിരുന്നില്ല. ഹസനിക്കയെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച ലോഡ്ജിൽ വന്നിരിക്കുമ്പോഴാണ് സൈനബുവിന്റെ നാവിൽ നിന്നും അത് ഓർന്നു വീണത്. എന്റെ ഈ കുട്ടികളുടെ ഉപ്പയിൽ നിന്നുമാണ് ഇങ്ങനെയൊന്നുണ്ടായതെന്ന് ഞമ്മക്കിപ്പോഴും നിരീക്കാൻ മടി തോന്നുന്നുണ്ട് മായേ. എന്താ ഉണ്ടായതെന്ന് പറയേ. സൈനബു നിമിഷങ്ങളോളം നിശബ്ദയായിരുന്നു. ആ ഓർമ്മകൾ നടുക്കമുണ്ടാക്കുന്നത് സ്പഷ്ടമായി അറിയാൻ കഴിയുന്നു. ആ മുഖത്തെ കാളിമ ഇതുവരെയും മാഞ്ഞു പോയിട്ടില്ല. അവൾ സംസാരിച്ചു തുടങ്ങുന്നതുവരെ സാവകാശം കാത്തിരുന്നു. രാവിലെ ഞാൻ പാല് ആറ്റി തണുപ്പിക്കുകയായിരുന്നു. മൂപ്പർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാ. ആറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആള് പതുക്കെ പതുക്കെ അടുത്തു വന്നു. വെറുതെ വീട്ടിനുള്ളിലൊക്കെ ചുറ്റി നടക്കുന്ന ശീലമുണ്ട്. അടുത്തു വന്നപ്പോൾ നമ്മൾ കരുതി പാല് കയ്യിന്ന് വാങ്ങാനാവുമെന്ന്. സൈനബു ഇടയ്ക്കൊന്ന് നിർത്തി. ആ നെഞ്ച് ക്രമാതീതമായി ഉയർന്നു താഴ്ന്നതറിഞ്ഞു. വന്നെന്റെ തോളില് തൊട്ടു ആദ്യം. ഒരുപാട് നാള് കൂടിയാ അങ്ങനൊന്നുണ്ടാവണേ. നമ്മൾ കരുതി ആളിന് സ്വബോധമൊക്കെ വന്നു തുടങ്ങി, കെട്ടിയോളെ തിരിച്ചറിഞ്ഞുവെന്ന്. നിന്നു കൊടുത്തത് എന്റെ തെറ്റ്. തോളില് തൊട്ട കൈ എപ്പോഴാണെന്നറിയില്ല കഴുത്തിലേക്ക് വന്നു. ഒറ്റ പിടിയായിരുന്നു പിന്നീട്. കോഴീനെ കൊല്ലാൻ പിടിക്കണ പോലെ. എന്റെ കാല് നിലത്ത് നിന്ന് ഉയർന്നു പോയി. നിലോളിച്ചാ പോലും പുറത്ത് കേൾക്കില്ല. ഒച്ച വേണ്ടേ? എന്നിട്ട് സ്വയം അറിയാതെ നാവിൽ നിന്നും അക്ഷരങ്ങൾ വഴുതി വീണു. എന്റെയും കുട്ടികളുടെയും ഭാഗ്യമെന്ന് പറഞ്ഞാ മതി. അബു താഴേക്ക് വന്ന സമയമായിരുന്നു. ഓൻ പെടാപ്പാട് പെട്ട് പിടിവിടിയിക്കാൻ. ഓൻ കടിക്കുകയായിരുന്നു ഒടുവില്. കൈക്ക് വേദന തട്ടിയപ്പോ പിടിവിട്ടു. രംഗം മുന്നിൽ കാണുന്നത് പോലെ തോന്നി. ഇറങ്ങി ഓടുമ്പോഴൊന്നും നമുക്ക് സ്വബോധമില്ല. അബുവിനെ തട്ടിയിട്ട് ആളെ നമ്മന്റെ നേർക്ക് പാഞ്ഞു വന്നു. എങ്ങനെ ഞാൻ ഓടി രക്ഷപ്പെട്ടതെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. മായി, ആ മുഖമൊന്ന് കാണണം അപ്പോൾ. ജിന്നും ചെയ്ത്താനും എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഈ ദുനിയാവില് അന്ന് ഞാൻ കണ്ടു എന്റെ കണ്ണിൻ്റെ അടുത്ത്. എന്നെ നിക്കാഹ് കഴിച്ച മനുഷ്യനാണിതെന്ന് എനിക്ക് അങ്ങോട്ട് നിരീക്കാൻ കഴിയണില്ല മായേ. എല്ലാം കേട്ട് തരിച്ചു നിന്നു പോയി. ഈശ്വര, ഇങ്ങനെയും ഒരു വിധിയോ? പണ്ട് അമ്മാശനും ഉണ്ടായിരുന്നു ഈ സ്വഭാവം. അമ്മായിയെ വെട്ടാൻ കത്താളുമെടുത്ത് പാഞ്ഞതാണ് പിന്നാലെ. 5-6 പേര് ചേർന്നാണ് പിടിച്ചു നിർത്തിയത്. ഇപ്പൊ അമ്മായിയുടെ സ്ഥാനത്ത് ഞാനായി. സൈനബുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. തേങ്ങൽ അടക്കി പിടിക്കാൻ കഴിയാതെ ഇരു കൈകളും കൊണ്ട് മുഖം പൊത്തി അവൾ പൊട്ടിക്കരഞ്ഞു. ഉമ്മ ഉറക്കെ കരയുന്നത് കണ്ട് മുനീറും കരഞ്ഞു. പിന്നെ താരിഖിന്റെയും ഊഴമായി. അയൂബ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നിശ്ചലമിരുന്നു. ഇനി ഒന്നും ഉണ്ടാവില്ല സൈനബു. ആ ശിരസിൽ സ്നേഹപൂർവ്വം തഴുകുമ്പോൾ തന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ആ കൈകൊണ്ട് മരിക്കാനാവും പടച്ചോൻ എന്റെ തലയിൽ എഴുതിയിട്ടിരിക്കുന്നത്. വിതുമ്പലിനിടയിൽ സൈനബുവിൽ നിന്നും വാക്കുകൾ വഴുതി വീണു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സൈനബു. നോക്കിക്കോ, ഹസനിക്ക അസുഖമൊക്കെ ഭേദമായി മടങ്ങി വരും. മറുപടി ഉരുവിടുമ്പോൾ സൈനബുവിന്റെ വാക്കുകൾ ഉള്ളിൽ കിടന്ന് കുത്തിപ്പിരിയുന്നുണ്ടായിരുന്നു. ഈശ്വര, വരാൻ പോകുന്ന വിപത്തിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ടാണോ ആ നാവ് അതിരുവിട്ടത്? സൈനബു പ്രതീക്ഷിച്ചതുപോലെ തലയിലെഴുത്ത് ഉണ്ടായിരുന്നത് അവൾക്കായിരുന്നില്ലെന്നു മാത്രം. വിധി അവളെ ഒഴിച്ചുവിട്ടു. എന്നിട്ട് പകരം ആ രംഗങ്ങൾ ഉള്ളിൽ ഉണർന്നു വന്നപ്പോഴേക്കും സ്വയം അറിയാതെ പിടഞ്ഞുപോയി. ഉറക്കെ കരഞ്ഞതും ഓർമ്മയുണ്ട്. അധ്യായം 23. മായേ, എന്താ, എന്തു പറ്റി? കാതിനരികിൽ നിന്നും ഒരു കൂട്ടം ഒച്ച പൊന്തുന്നു. കണ്ണു മിഴിക്കാൻ നോക്കി. ഇരു ചുമലുകളിലും ശക്തിയായി ആരോ ഉലയ്ക്കുന്നു. സ്ഥലകാലബോധം വളരെ പതിയെയാണ് തിരിച്ചു കിട്ടിയത്. കണ്ണു തുറക്കുന്നതിനു മുമ്പ് പ്രജ്ഞയിൽ ബസിന്റെ ഇരമ്പൽ പ്രതിധ്വനിച്ചു. ഓടിക്കൊണ്ടിരുന്ന ബസ്സിലാണ് താനിപ്പോൾ.
സ്വപ്നം വല്ലതും കണ്ടതാവും. വിമല ടീച്ചറിന്റെ സ്വരം തൊട്ടടുത്ത് നിന്ന്. കൺമുന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ട്. എന്താ മായേ, ആകെ വല്ലാതായല്ലോ. സുലേഖ, അവൾ മുന്നിൽ നിന്ന് എപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്? ഇത്ര ഉറക്കെ കരയാൻ മാത്രം എന്തായിരുന്നു സ്വപ്നം? സുലേഖ ചോദിക്കുന്നു. ഉള്ളിലെ ജാള്യത മറച്ച് വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കി. കഴിയുന്നില്ല. കുടിക്കാൻ വെള്ളമെങ്ങാനും വേണോ? വേണമെന്ന് തലയാട്ടി. തൊണ്ടയാകെ വരണ്ടിരിക്കുന്നു. ആരുടെയൊക്കെയോ കൈമറിഞ്ഞ് പകുതി ഒഴിഞ്ഞ ഒരു കുപ്പി നേരെ വന്നു. ആ വെള്ളം മുഴുവനും ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ട്രഷററെ, ഒരു ചായ വാങ്ങി തന്നേക്ക്. ഇല്ലെങ്കിൽ ഇനിയും ആൾക്കാര് ഉറക്കം തൂങ്ങി പേടി സ്വപ്നങ്ങൾ കണ്ട് നിലവിളിക്കും. സുലേഖ മുന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അന്തരീക്ഷത്തിൽ ചിരിയുടെ കുഞ്ഞലകൾ പൊട്ടിവിടുന്നത് പൊടുന്നനെയാണ്. തനിക്കൊന്ന് പുഞ്ചിരിക്കാൻ പോലും ആവുന്നില്ലെന്ന് ഓർത്തു. കൺമുന്നിൽ ഹൃദയത്തെ ഉരുക്കിക്കളയുന്ന ചില ദൃശ്യങ്ങളാണ്. കണ്ടു നിൽക്കാനാവാതെ ഉൾക്കാഴ്ച പോലും മങ്ങി നിലത്തേക്ക് വീണുപോയതുപോലെ ഓർമ്മയുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ആ ദൃശ്യങ്ങൾ മനസ്സിൽ നിന്ന് തൂത്തെറിയാനാവുന്നില്ല. പിന്നിലേക്ക് തല ചായ്ച്ചിരിഞ്ഞ് കഴിഞ്ഞു പോയ ആ കാലങ്ങളെ ഉള്ളിൽ നിന്നും കുടഞ്ഞു കളയാൻ നോക്കി. കഴിയുന്നില്ല. ഇനിയും വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോയാൽ ഉണ്ടാവുന്ന നാണക്കേടോർത്ത് ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന തേങ്ങലിനെ ഒതുക്കാൻ നോക്കി. നിയന്ത്രണം കൈവിട്ടു പോയാൽ ഒരു കൂട്ടം മനുഷ്യരുടെ മുന്നിൽ താൻ പരിഹാസപാത്രമാവും. അടുത്തറിയുന്നവർ, കൈവിരലിൽ എണ്ണാവുന്നവർ മാത്രം. അവർ പോലും തൻ്റെ ദുഃഖത്തിന്റെ കാരണം മറ്റെന്തെങ്കിലും ആവുമെന്ന് വിചാരിക്കുകയുള്ളൂ. കണ്ടെത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട് താനും. അനുഭവത്തിന്റെ ആർദ്രത നിറഞ്ഞ നോട്ടങ്ങളാണ് എപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഒരു കുടുംബം നയിച്ചുകൊണ്ടു പോകാൻ ബലിയാടായി എന്ന സഹതാപത്തോടെ മാത്രമേ മറ്റുള്ളവർ തന്നെ നോക്കിക്കാണുകയുള്ളൂ. പക്ഷേ മായയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൂട്ടം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. ബസ് ഒരു കുലുക്കത്തോടെ നിൽക്കുന്നതറിഞ്ഞു. ആൾത്തിരക്കുള്ള ഏതോ ഒരു കവലയാണ് മുൻമേൽ. ഒരു ചായയാവാം, ആരോ പറയുന്നു. ചായ മാത്രമേ ഉള്ളൂ സാറേ? പിൻസീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ടിരുന്നവരിൽ ഒരാൾ ചോദിക്കുന്നത് കേട്ടു. കടിയുടെ കാര്യം പരിഗണനയിലുണ്ട്. പ്രതികരണമുണ്ടായി. മന്ത്രിമാരുടെ ഉറപ്പുപോലെ ആവരുത് മറ്റാരുടെയോ കമന്റ്. ബസ് എത്ര വേഗം ഒഴിഞ്ഞു. അവശേഷിച്ചത് താനും വിമല ടീച്ചറും മാത്രം. തല തിരിച്ച് ആ മുഖത്തേക്ക് നോക്കുന്നതിനിടയിൽ പൊട്ടി വീണതുപോലെ സുലേഖ മുന്നിൽ. രണ്ടുപേരും സത്യാഗ്രഹം ഇരിക്കുകയാണോ? വരുന്നില്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം സുലേഖ. വയ്യാഞ്ഞിട്ടാണ്, താൻ തന്നെ മറുപടി പറഞ്ഞു. ചായ കൊടുത്തയക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തയക്ക് കുട്ടി. ഇറങ്ങാനും കയറാനും വയ്യാഞ്ഞിട്ടാണ്, വിമല ടീച്ചർ പറഞ്ഞു. കൊടുത്തയക്കാം. സുലേഖ ഇറങ്ങിപ്പോയി. വരേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു മായേ. എവിടെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു. നടുവ് വേദനിക്കുന്നുണ്ട്. വിമല ടീച്ചറിന്റെ പരിവേദനം. ഉച്ചക്കത്തേക്കുള്ള ഊണിന് ഇറങ്ങിക്കഴിയുമ്പോഴും ടീച്ചർ പറഞ്ഞത് ഈ വാചകങ്ങൾ തന്നെയായിരുന്നുവെന്ന് ഓർത്തു. എത്തിക്കിട്ടാൻ തനിക്കും ധൃതിയായിരിക്കുന്നു. കഴിഞ്ഞുപോയ ആ കാലങ്ങളിലൂടെ ഒന്ന് ചുറ്റോടി വന്നപ്പോഴേക്കും പഴയ ആ മായയാവുകയാണ് താൻ. മോഹത്തിന്റെ ഒരു പിടി വിത്തുകൾ നട്ടു നനച്ച് വളർത്തിയ, 20കളിലേക്ക് കാലൂന്നിയ ആ പെൺകുട്ടി എല്ലാം കൺമുന്നിൽ പകൽ പോലെ തെളിയുകയാണ്. ഹസനിക്കയെ വീണ്ടും മടക്കിക്കൊണ്ടുവരുന്നത് മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞാണ്. അസുഖമൊക്കെ തീർത്തും മാറി ഒരു മനുഷ്യരൂപമായി അയാൾ വീണ്ടും എത്തിയത് സ്കൂൾ ഉണ്ടായിരുന്ന ഏതോ ഒരു ദിവസമായിരുന്നു. വൈകുന്നേരം താൻ മടങ്ങി വന്ന് അധിക നേരമായിരുന്നില്ല. കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെട്ടുവഴിയിൽ നിന്നും ആരുടെയൊക്കെയോ ഒച്ച ഒന്നിച്ചുയർന്നു. തലയുയർത്തുമ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് അബുവിന്റെ മുഖമാണ്. പിന്നെ കോയാക്ക, സൈനബുവിന്റെ ഉപ്പ, അവരുടെയൊക്കെ നടുവിൽ ഹസനിക്ക. അയ്യൂബും മുനീറും തന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഓടിയിറങ്ങി ചെന്നു. അപരിചിതത്വം നിഴലിട്ട മുഖവുമായി നാലുപാടും നോട്ടമെറിഞ്ഞ് ഹസനിക്ക നടന്നുപോയി. കുട്ടികൾ കൂട്ടത്തിൽ ചേർന്നു. ഉള്ളം തണുത്ത നിമിഷങ്ങൾ. സൈനബുവിന്റെ ചിരി കണ്ട് വിടർന്ന മുഖമാണ് മനസ്സിലിപ്പോൾ ഉണ്ടായിരുന്നത്. കൈവിട്ടു പോയി എന്ന് അവൾ കരുതിയ സാമ്രാജ്യം തിരിച്ചു കിട്ടുകയാണെന്ന് മനസ്സിൽ ഓർക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു കാര്യങ്ങൾ. സദാ ഉല്ലാസവതിയായി തീർന്നിരുന്നു സൈനബു. പഴയതുപോലെ തനിക്കൊന്ന് കാണാനോ സംസാരിക്കാനോ അവളെ അടുത്ത് കിട്ടിയിരുന്നുമില്ല. എല്ലാവരിലും നവചൈതന്യം കളിയാടി. ഉപ്പ എന്ന് പറയുമ്പോൾ മുനീറിന് 100 നാക്കായി. വലിയക്കാന്റെ കാര്യം പറയാൻ അയ്യൂബിനും താല്പര്യമായി.
7-ൽ എത്തിയിരുന്നു അവനന്ന്. മുനീർ 2-ലും. അടുത്ത വർഷം മുതൽ ഒപ്പം നിത്യവും സ്കൂളിൽ വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മുനീർ. ബാഗും കുടയും ചെരുപ്പും ഒക്കെ എളാപ്പ നേരത്തെ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. ചോറ് കൊണ്ടുവരാനുള്ള ടിഫിൻ ബോക്സ് വരെ നിർബന്ധം ചെലുത്തി വാങ്ങി വെപ്പിച്ചു. എല്ലാം തന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. കണ്ടുമുട്ടുമ്പോഴൊക്കെ അബുവിന്റെ മുഖത്ത് മന്ദസ്മിതം വിടരും. 1000 നക്ഷത്രപ്പൂക്കൾ ഉണ്ടാവും ആ മിഴികളിൽ. പിന്നെ ആഹ്ലാദത്തിന്റെ ജ്വലനവും. മിക്കവാറും തെങ്ങിൻ തോപ്പിൽ വെച്ചാണ് കൂടിക്കാഴ്ച. പഴയതുപോലെ തന്നെയെല്ലാം. രംഗം മാറിയിരിക്കുന്നുവെന്ന് മാത്രം. ചുറ്റുവട്ടത്ത് മറ്റാരുമില്ലെങ്കിലും സംഭാഷണം ഒന്നും ഉണ്ടാവില്ല. ആ നിമിഷങ്ങളിലൊക്കെ മനസ്സുകൾ തമ്മിലാവും സംവാദം. ആ ദിനരാത്രങ്ങൾക്കിടയിലായിരുന്നു അച്ചമ്മയുടെ വേർപാട്. ഓർക്കാപ്പുറത്തായിരുന്നു എല്ലാം. കണ്ണൂരിലെ PSC പരീക്ഷ നടക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ഒരു ശപിക്കപ്പെട്ട സന്ധ്യാനേരം ആ ടെലഗ്രാം തന്നെ തേടി വന്നു. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വീട്ടിലെ മേൽവിലാസത്തിൽ ചെന്നിരുന്ന ഹാൾ ടിക്കറ്റ് കുഞ്ഞമ്മാവൻ രജിസ്റ്റേർഡായി അയച്ചു തന്നിരുന്നു. ഇന്ദു തന്നെ ഒപ്പം കൂട്ടാൻ നാട്ടിൽ നിന്ന് പുറപ്പെടാൻ നിശ്ചയിച്ചിരുന്ന ദിവസമായിരുന്നു അത്. സാബുവേട്ടനായിരുന്നു ഇരുവർക്കും കണ്ണൂരിലേക്ക് വരാനുള്ള തുണ. ഇന്ദു പിറ്റേന്ന് രാവിലെ 8 മണിക്ക് എത്തിച്ചേരുന്ന ബസ്സിലാകും വരിക. വൈകുന്നേരം യാത്ര പുറപ്പെടാൻ തയ്യാറായി ഇരിക്കാനായിരുന്നു നിർദ്ദേശം. അവളും സാബുവേട്ടനും കൂടി വന്ന് കൂട്ടിക്കൊണ്ടു പോകും. സുരക്ഷിതമായി കൊണ്ടാക്കുകയും ചെയ്യും. യാത്രയെക്കുറിച്ചൊന്നും ഓർത്ത് തനിക്ക് വേവലാതിപ്പെടാനില്ല. ഇന്ദു നാട്ടിലായിരുന്നുവെങ്കിലും എല്ലാറ്റിൻ്റെയും കടിഞ്ഞാൻ ആ കൈകളിലായിരുന്നു. അവളും ചേച്ചിയും കൂടി ചേർന്ന് ഒരു നഴ്സറി സ്കൂൾ തുടങ്ങിയിരുന്നു ഇതിനകം. തെറ്റില്ലാത്ത രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് സർക്കാർ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വൈഷമ്യമൊന്നും അവളിൽ ഉണ്ടായിരുന്നില്ല. അന്ന് അപ്രതീക്ഷിതമായി കിട്ടിയ ടെലഗ്രാം തൻ്റെ സമനിലയാകെ തെറ്റിച്ചതോർത്തു. അതൊപ്പിട്ട് വാങ്ങുമ്പോൾ ശരീരം അടിമുടി വിറകൊണ്ടു. 2 വാചകമേ ആ കടലാസിലുണ്ടായിരുന്നുള്ളൂ. ഗ്രാൻഡ് മദർ സീരിയസ്. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. രാജൻ. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. തൂണും ചാരി എത്ര നേരം നിശ്ചലം നിന്നുവെന്ന് ഓർമ്മയില്ല. ഉള്ളിൽ നിന്നുമുയർന്ന തേങ്ങൾ നെഞ്ചിൽ കിടന്ന് മുട്ടിത്തിരിഞ്ഞു. മായ എപ്പോഴും പോകുന്ന ആ ബസ് കിട്ടിയാൽ വെളുപ്പിനങ്ങെത്താമല്ലോ. ചിന്നമ്മ പറയുന്നത് കാതിൽ വീണു. ബസ് കിട്ടുന്നതോ കിട്ടാത്തതോ ആയിരുന്നില്ല തൻ്റെ പ്രശ്നം. പേഴ്സ് കാലിയാണ്. മാസാവസാനമായതുകൊണ്ട് മറ്റുള്ളവരുടെ സ്ഥിതിയും ഭിന്നമാവില്ലെന്നറിയാം. നന്ദിനി ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടാകുമായിരുന്നു. അവർക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോയിട്ട് വർഷം 1 ആകാൻ പോകുന്നു. നന്ദിനി ചേച്ചി മാത്രമായിരുന്നില്ല ലോഡ്ജിൽ നിന്ന് മാറിപ്പോയത്. നിസയുടെ കല്യാണം കഴിഞ്ഞ് അവളും ഭർത്താവും കൂടി ഹൈസ്കൂളിനടുത്തുള്ള വാടക വീട്ടിലേക്ക് മാറി. അയാൾ അതേ സ്കൂളിലെ മാഷ് തന്നെയായിരുന്നു. സഹപ്രവർത്തകരിൽ ആരൊക്കെയോ ആലോചിച്ചുറപ്പിച്ച കല്യാണം. വീട്ടുകാർക്കും വിസമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. യമുന വീടിനടുത്ത് പുതുതായി തുടങ്ങിയ ഹൈസ്കൂളിൽ ജോലി കിട്ടിപ്പോയിരുന്നു. ആ കൂട്ടത്തിൽ അവശേഷിച്ചത് രാധിക മാത്രം. പുതുതായി താമസത്തിന് വന്നിരുന്ന ശൈലജയും രുക്മിണിയും ഫാത്തിമയും എല്ലാവരുമായി സഹകരിച്ചു പോവുകയും ചെയ്തു. അത്യാവശ്യമുള്ള സാധനങ്ങൾ എയർ ബാഗിൽ അടുക്കിപ്പെറുക്കി വെക്കുന്നതിനിടയിൽ കയ്യിൽ അവശേഷിച്ചിരുന്ന 40 രൂപയുമായി ശൈലജയും ഫാത്തിമയും വന്നു. ഇതും കൂടി ഇരിക്കട്ടെ മായ, തൻ്റെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടാവുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവും. പരാധീനതകൾ കഴിയുന്നതും മറ്റുള്ളവരെ അറിയിച്ചിരുന്നില്ലല്ലോ. ആ 40 രൂപ ഒന്നിനും തികയുമായിരുന്നില്ല. നാട്ടിലെത്താനുള്ള യാത്രാ ചെലവിന് തികയ്ക്കാൻ ചിന്നമ്മയുടെ പേഴ്സ് കൂടി തട്ടിക്കുടയേണ്ടി വന്നു. ബസ് കയറ്റിവിടാൻ ചേക്കുട്ടിയെ വിളിക്കാൻ വേണ്ടി വെറ്റിലപ്പറമ്പിലേക്ക് പോയത് ഫാത്തിമയും ചിന്നമ്മയും കൂടിയാണ്. തനിക്കൊന്നിനും ശക്തി ഉണ്ടായിരുന്നില്ല. അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ബോധം മനസ്സിനെ ഞെരിഞ്ഞമർത്തിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞമ്മാവൻ ടെലിഗ്രാം ചെയ്യുമായിരുന്നില്ല. നടക്കാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ച് വീട്ടിലെല്ലാവർക്കും നന്നായി അറിയാം. ആ സ്ഥിതിക്ക് ഓർക്കും തോറും ഉള്ളം വിങ്ങിപ്പൊട്ടുന്നു. വീട്ടിലുള്ളവരുടെ കണ്ണുനീരണിഞ്ഞ മുഖങ്ങളാണ് മനസ്സിൽ എഴുന്നു നിൽക്കുന്നത്. താൻ കഴിഞ്ഞ ഓണാവധിക്ക് പോയി വരുമ്പോൾ അച്ചമ്മ തീർത്തും കിടപ്പിലായി കഴിഞ്ഞിരുന്നു. ഒരു കൂട്ടം അസുഖങ്ങൾ മെല്ലിച്ച ശരീരത്തിൽ കുടിപ്പാർത്തിരുന്നു ഇതിനകം. കാര്യമായ ചികിത്സകളൊന്നും നടത്താൻ കഴിഞ്ഞതുമില്ല. ഹോസ്പിറ്റലിലെങ്ങാനും കൊണ്ടുപോകാൻ ഒരുങ്ങിയാൽ അച്ചമ്മ ഒപ്പം വരാൻ കൂട്ടാക്കാറില്ല. മകന്റെ പരാധീനതകളും
പ്രാരാബ്ധങ്ങളും ആ ബോധമണ്ഡലത്തിൽ അപ്പോഴും നിഴലിച്ചു നിന്നിട്ടുണ്ടാവും. മരുന്നും മന്ത്രവും കൊണ്ട് മാറില്ല മോളെ ഇതൊന്നും. എന്റെ സമയമെടുത്തു. വീട്ടിലുണ്ടായിരുന്നപ്പോൾ തനിക്ക് പലവരും കേൾക്കേണ്ടി വന്ന വാക്കുകൾ. കുഴിയിലേക്ക് എടുക്കുന്നതിനു മുമ്പ് ഒരാശയെ എനിക്കുള്ളൂ, നിന്റെ കഴുത്തിൽ ഒരു താലി വീണ് കാണാൻ. ഒന്ന് നിർത്തി അവർ തുടരുകയും ചെയ്തു. ഈ ജന്മത്ത് ഇനി അത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അച്ചമ്മ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുവാണ്. ആ മെല്ലിച്ച കൈകൾ മടിയിലെടുത്തു വെച്ച് തടവുമ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഏറെ നേരം നിശബ്ദയായി കിടന്നതിന് ശേഷം അവർ ഒച്ച താഴ്ത്തി പറയുന്നത് കേട്ടു. ദേവിയെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറയണം നിന്റെ അച്ഛനോട്. അവള് നമ്മളെ ചതിക്കും മോളെ. ആ കിടപ്പിലും അവർക്ക് അതായിരുന്നു വേവലാതി. പഴയതുപോലെ അച്ചമ്മയുടെ നോട്ടം അവളുടെ മേൽ ഉണ്ടായിരുന്നില്ല. ഒന്ന് എഴുന്നേൽക്കാനോ പുറത്തേക്കിറങ്ങാനോ കഴിയാതെ ഒരേ കിടപ്പായിരുന്നു. സമയാസമയങ്ങളിൽ ആഹാരം കിടക്കയിൽ എത്തിക്കും. സുമയ്ക്കായിരുന്നു അതിന്റെ ചുമതല. അവളില്ലാത്തപ്പോൾ ദേവിയും. എങ്കിലും സുമയെപ്പോലെ ആത്മാർത്ഥതയോടെ അച്ചമ്മയെ പരിചരിക്കാൻ ദേവിക്കായിരുന്നില്ല. കുടുംബഭാരം മുഴുവനും തന്റെ ചുമലിലായി എന്ന മട്ടിലായിരുന്നു അവൾ. ചേച്ചിക്ക് സുഖമല്ലേ? പൈസ അയച്ചു തരുമ്പോൾ എല്ലാ ചുമതലകളും തീരുമല്ലോ. ഇവിടെ കിടന്ന് രാപ്പകൽ കഷ്ടപ്പെടുന്നത് ഞാനാണ്, ഒരിക്കൽ അവൾ പറഞ്ഞതോർത്തു. വീട്ടുജോലി മാത്രമാണെങ്കിൽ സഹിക്കാം, മലവും മൂത്രമൊക്കെ കോരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അച്ചമ്മയെ പരിചരിക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായി അവൾ കരുതി. അവർ കേൾക്കെ പറയുകയും ചെയ്യും. അത് കാരണം അങ്ങനെയുള്ള ആവശ്യങ്ങൾ ദേവിയോട് അച്ചമ്മ പറയാറില്ല. സുമ വരുന്നതുവരെ കാത്തിരിക്കും. ആ കാത്തിരിപ്പിനിടയിൽ മനസ്സറിയാതെ ചിലപ്പോൾ മൂത്രം പോവുകയും ചെയ്യും. അതിനുമുണ്ടാകും ശകാരം. മുണ്ട് കഴുകിയിടുന്നത് സുമയാണെങ്കിലും ദേവി കുറ്റപ്പെടുത്തും. നാറിയിട്ട് വീട്ടിനകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ വരുന്നവര് എന്താ വിചാരിക്കുക? വൃത്തിയില്ലാത്തവരാണെന്നല്ലേ കരുതൂ. ശാസിച്ച് അവളെ നേരെയാക്കാനൊന്നും ആർക്കും കഴിഞ്ഞില്ല, അച്ഛന് പോലും. സ്വന്തം അമ്മയാണ് ഇങ്ങനെ കിടന്നിരുന്നതെങ്കിൽ നീ നോക്കില്ലായിരുന്നോ? ഒരിക്കൽ താൻ ചോദിച്ചു പോയി. ഞാൻ നോക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? വെച്ച് വിളമ്പിക്കൊടുക്കുന്നത് പിന്നെ ആരാ? ഒരു മറുചോദ്യമായിരുന്നു ഉത്തരം. പറഞ്ഞത് 100% ശരിയാണ്. അവൾ അടുക്കളയിൽ കയറുന്നത് കൊണ്ട് എല്ലാവർക്കും യഥാസമയം ആഹാരം കഴിക്കാൻ കഴിയുന്നു. സുമ 8-ലോ മറ്റോ എത്തിയിട്ടേ ഉള്ളൂ എന്ന്. ശ്യാം 4-ലും. മായ ഒരുങ്ങിയിരിക്കുകയാണോ? ഉമ്മറത്ത് നിന്നുള്ള ചോദ്യമാണ് സ്ഥലകാലബോധം ഉണ്ടാക്കിയത്. സൈനബുവിന്റെ സ്വരം തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. സൈനബു അകത്തേക്ക് വന്നിരുന്നു. അവൾ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. താൻ കരയുകയാവും എന്ന് കരുതിയിട്ടുണ്ടാവും. ദീനം കൂടിയിട്ടാവുമോ കമ്പിയടിച്ചത്? ചോദ്യം വീണ്ടും ഉണ്ടായി. ഒന്നും അറിയില്ലെന്ന മട്ടിൽ തലയാട്ടാനേ കഴിഞ്ഞുള്ളൂ. വീണ്ടും സങ്കടം വന്ന് മുട്ടിയിരുന്നു. ചേക്കൂട്ടിയും കോയാക്കയും ഒന്നും പുരയിലില്ല മായേ. അബു വരും വണ്ടി കയറ്റി വിടാൻ. സൈനബുവിന്റെ സ്വരം ഒരു സ്വപ്നത്തിൽ നിന്നോണം കേട്ടു. അടുത്ത ഭാഗം നാളെ.